Sometimes you met most nicest people smoke. Sometimes you met most evil people go to temple. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കഥാവിശേഷം എന്നൊരു മലയാള സിനിമ കാണാൻ കാരണം വേറൊന്നുമില്ല. അതിലൊരു പാട്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങളും കേട്ടിട്ടുണ്ടോ? കണ്ണു നട്ട് കാത്തിരുന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടൻ ഹാർമോണിയം വായിക്കുന്നൊരു പാട്ട്. അതുകൂടാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ അതിൻ്റെ കുറേ റീലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സിനിമ തുടങ്ങുന്നത് ഒരു രാവിലെ 6:30 ഒരാൾ എണീക്കുന്നു. 7:30 ആകുമ്പോൾ അവൾ കാഷ്വലായിട്ട് ചായ കുടിക്കുന്നു. 8 മണിയാകുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യുന്നു. 8 മണിയല്ല 8:30 ആകുമ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ കഥ പറഞ്ഞാൽ തുടങ്ങുന്നത്. ഫ്രെയിമുകൾ അങ്ങനെയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപേട്ടനാണ്. അപ്പോൾ ആ സിനിമ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ ആളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആളുടെ മരണകാരണം തേടി പോവുകയാണ്. അപ്പോൾ ആളുടെ മരണകാരണം തേടി പോകുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ആളുടെ കുറിച്ച് ആർക്കും ചീത്തതായിട്ടുള്ള ഒന്നും പറയാനില്ല. ചുറ്റുപാടുകളിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ആളെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നു എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഒരാൾ. എന്നാൽ ആളെ കാണിക്കുന്ന എല്ലാ ഫ്രെയിമിലും, അതായത് ദിലീപേട്ടനെ കാണിക്കുന്ന എല്ലാ ഫ്രെയിമിലും കൂടുതലും ആളെ കാണിച്ചിരിക്കുന്ന ആൾ ഫുൾ ടൈം സ്മോക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാവും. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കര ഒരു സൈലൻസോ അല്ലെങ്കിൽ കുറേ നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു ശൂന്യതയാണ് നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നുന്നത്. അതുകൂടാതെ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നൊരു കോട്ടുണ്ട്. സംടൈംസ് യു മെറ്റ് മോസ്റ്റ് നൈസസ്റ്റ് പീപ്പിൾ സ്മോക്ക്. സംടൈംസ് യു മെറ്റ് മോസ്റ്റ് എവിൽ പീപ്പിൾ ഗോ ടു ടെമ്പിൾ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. ആൾക്കാരുടെ വസ്ത്രധാരണം, അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഹാബിറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ടാണ്. ഒരിക്കലും അത് ആളുടെ ഇൻസോളല്ല, അത് പുറത്തേക്ക് കാണിക്കാൻ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറം ചട്ട മാത്രമാണ്. സിനിമയുടെ അവസാനം പറയുന്നൊരു സാധനമുണ്ട്, ആളുടെ മരണ കാരണമായിട്ട് പറയുന്നൊരു കാര്യം. അത് ഈ പറഞ്ഞ 3 മണിക്കൂറിനിടയിൽ ഒരു പത്രം വരുന്നുണ്ട്. ആ പത്രത്തിൽ ആളൊരു വാർത്ത വായിക്കുന്നുണ്ട്. ആ വാർത്തേൻ്റെ കാരണം കൊണ്ടാണ് ആൾ മരിക്കുന്നത്. അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നൊരു കോട്ടുണ്ട്, ഷെയിം ഓഫ് ബീയിങ് അലൈവ് എന്ന് പറഞ്ഞിട്ട്. ആൾ മരിക്കാനുള്ള കാരണം അതാണ്. ആൾ പറഞ്ഞു വെച്ചൊരു കാര്യം ആൾക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഷെയിം കൊണ്ടാണ് ആൾ മരിക്കുന്നത്. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, ഡോണ്ട് ട്രസ്റ്റ് മൈ വേർഡ്സ്, ട്രസ്റ്റ് ദ ആക്ഷൻസ്. എന്ന് വെച്ചാൽ നിങ്ങളെന്ത് പറയുന്നു അല്ലെങ്കിൽ ഞാനെന്ത് പറയുന്നു അതിന് നിങ്ങൾ വിശ്വസിക്കരുത്. അത് ചിലപ്പോൾ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നിങ്ങളത് പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ സന്ദർഭോചിതമായിട്ട് ആളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ നമ്മളോട് കണക്റ്റ് ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അതിനൊരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ആളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രം ട്രസ്റ്റ് ചെയ്യുക. അതിലേ കാര്യമുള്ളൂ. ട്രസ്റ്റ് ഓൺലി ഓൺ ദ ആക്ഷൻസ്. അതും 100% ട്രസ്റ്റ് ചെയ്യരുത്. എവരി വൺ ഈസ് ലൈക്ക് ആൻ ആക്ടർ. അവരവരുടെ ജീവിതം അഭിനയിച്ച് തീർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാളെയും 100% വിശ്വസിക്കാതിരിക്കുക.